ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സുസ്മിത രോഹിത്തിന്റെ അടുത്ത് പറയും, നാട്ടിലും ജീവിക്കുന്നതിനേക്കാളും സുഖം ജയിലിലാണ്. രോഹിത് പറയും, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്കിത് കേട്ടപ്പോ മുതലേ എന്റെ ഉള്ളിൽ തീയാണ്. ഒരു പെറ്റി കേസ് വന്നാൽ പോലും ഗ്യാസ് ഉരുണ്ടു കയറുന്ന പ്രകൃതി എന്റേത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാലേ ജാമ്യം കിട്ടില്ലെന്ന് അറിഞ്ഞത്. സുസ്മിത പറയും, 4 പത്തല് വെട്ടിയതിന് എന്ത് രാജ്യദ്രോഹ കുറ്റം വരാനാ? സുസ്മിത പറയും, ഇതൊരു കറക്കിക്കുത്ത് കളിയാണ്. ഇപ്പോ ഒരാരോ വന്ന് നിൽക്കുന്നത് നിന്റെ നേരെയാണെങ്കിൽ അടുത്ത തവണ അത് കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ നേരെയാകണം. അത് നിന്റെ മിടുക്ക്. രോഹിത് പറയും, അതിന് കൂട്ടത്തിലാര്? എല്ലാ രോഹിത് മാത്രമാണ്. എല്ലാ പേപ്പറുകളും രോഹിത്തിന്റെ പേരിൽ മാത്രമാണ്. ചൂണ്ടിക്കാണിക്കാൻ മുന്നിൽ നിർത്തിയിരിക്കുന്നത് മറ്റാരെയല്ല, എന്നെ മാത്രമാണ്. സുസ്മിത പറയും, അതപ്പ അവരുടെ മിടുക്ക് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ രോഹിത്, സുസ്മിതേ, ഞാനിപ്പോ അകപ്പെട്ട് നിൽക്കാണ്, ഒന്ന് രക്ഷിക്കണം, ഏതെങ്കിലും രീതിയിൽ എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. ഇത് കേട്ടായിരിക്കും ബോസ് വരുന്നത്. എന്താ പ്രശ്നം? ഇവൻ എന്തൊക്കെയാ മോളെ ഇവിടെ കിടന്ന് പറയുന്നത്? എന്താ ഒഴിവാക്കുന്ന കാര്യാ? സുസ്മിത പറയും, മരം മുറിക്കൽ കേസ് അങ്ങ് ആടിയില്ലഞ്ഞല്ലോ ചിറ്റപ്പ. രോഹിത് ഇപ്പൊ പകുതി ഉയരു പോയി നിൽക്കാണ്, അകത്ത് പോകുന്നുള്ളൊരു ഭയം. ബോസ് പറയും, അത്രയുള്ള കാര്യം? ഞാൻ കരുതി എന്തോ മല മറക്കുന്ന കാര്യമാണെന്ന്. എടാ, ഇതത്ര വലിയ ഭയങ്കര കാര്യമൊന്നുള്ള കേസല്ല. ഒരു അന്വേഷണം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. അത് നീ അകത്തു പോകുന്ന കേസൊന്നും അല്ല. പക്ഷെ പകരമുണ്ടല്ലോ, എഴുതി കൊടുത്ത സ്ഥലം അങ്ങ് പോയേക്കാം. അതെടുക്കുമ്പോ രോഹിത് ഞെട്ടും. സത്യമേടെ വീട് പോവോ? ബോസ് പറയും, എടാ അത് പോയാൽ നിനക്കെന്താടാ? എടാ, നിനക്കായിട്ട് അവിടെ ഒരു പുണ്ണാക്കും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ഇടിച്ചു പൊളിച്ച് അതിന്റെ അസ്ഥിവാരം കോരുന്നത് കണ്ടേ ആനന്ദിക്കല്ലേ വേണ്ടത്? രോഹിത് പറയും, അത് പറ്റില്ല, ഒരുപാട് സങ്കടങ്ങള് എനിക്ക് തീർത്തു തന്ന വീടാ അത്. ഞാനൊരു അനാഥനില്ലെന്ന് ഒരിക്കലും അറിയിച്ചു തന്ന വീടാണത്. അത് ഇടിച്ചു പൊളിച്ച് കളയാന്നൊക്കെ പറയുമ്പോ ചങ്കിനകത്തുനിന്ന് തീയാണ് വരുന്നത്. ഇങ്ങനൊരു സെന്റിമെന്റ്സ് രോഹിത് പറയുന്നത് കേൾക്കുമ്പോ ബോസിനും സുസ്മിതയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇത് തരാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഞാൻ കാലു പിടിക്കാം. സുസ്മിത പറയും, കണ്ടോ ചിറ്റപ്പ, രോഹിത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും സത്യഭാമയോടുള്ള ഭക്തിയും ബഹുമാനവും വളർന്ന് പന്തലിച്ച് അങ്ങനെ തന്നെ നിൽക്കാണ്. കൂറ് അവിടെയും ചോറ് ഇവിടെയാണോ? രോഹിത് പറയും, അല്ല, അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട, ആ വീടുമായിട്ടൊരു ബന്ധം, അതുകൊണ്ട് പറഞ്ഞതാ. ബോസ് പറയും, എങ്കിലേ ആ വീട് നിന്റെ പേരിൽ അങ്ങ് വാങ്ങിച്ചു തന്നാലോ? രോഹിത് അങ്ങ് ഞെട്ടിപ്പോയും. ബോസ് പറയും, എടാ സത്യ പറയുന്നത്, എടാ നിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീടല്ലേ, അത് നിന്റെ പേരിൽ എഴുതി ഒപ്പിട്ട് തരുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ഞാനിപ്പോ ചോദിച്ചത്. രോഹിത് പറയും, അതില്ല, ആ വീട് എനിക്ക് അന്യാധീനപ്പെട്ടു പോകരുത്. സുസ്മിത പറയും, കണ്ടോ ചിറ്റപ്പ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാ രോഹിത്തിന്റെ ഉള്ളിലും, പക്ഷെ കുറച്ച് വളർന്ന വഴിയിലൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. ബോസ് പറയും, എന്നാ പിന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ ഞാൻ ഒന്ന് ചുരുക്കി സൂചിപ്പിക്കാം. എടാ, ആ വീടും പറമ്പും സർക്കാർ ജപ്തി ചെയ്താലും സർക്കാർ തന്നെ അത് ലേലത്തിൽ വെക്കും. ആ ലേലം എന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങ് പിടിക്കും, ഉപേന്ദ്രന്റെ സഹായത്തോടു കൂടി. എന്നിട്ട് അങ്ങ് അത് നിന്റെ പേരിലേക്ക് അങ്ങ് ആക്കി തരും. സ്വപ്നം കണ്ട മുതലേ സ്വന്തം കൈവെള്ളയിലേക്ക് ഒരു മുതൽ മുടക്കും ഇല്ലാതെ വന്നു ചേരും. അത് എവിടത്തെ ഒരു കളി. അതില് നിന്നാലുണ്ടല്ലോ നീ നിക്കുന്നിടം വിഷ്ണുലോക. സുസ്മിത പറയും, അപ്പൊ കോളടിച്ചല്ലോ, സമ്പത്തും ഐശ്വര്യവും ഒരു ബ്ലോക്കും ഇല്ലാതെ വന്ന് കയറുന്നത്. എല്ലാത്തിനും സ്മരണ വേണം കേട്ടോ, സ്മരണ. രോഹിത്തിന് ഇത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാവും. അതുണ്ടാവും ഈ ജീവിതകാലം മുഴുവനും. സുസ്മിത പറയും, കൊള്ളാം, നല്ലൊരു തീരുമാനം. രോഹിത്തെ, ഞങ്ങളോടൊപ്പം നിന്നാലേ നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പലതും നിന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അതങ്ങ് തൊണ്ട തൊടാതെ കൂടെ നിന്ന് വിഴുങ്ങിയാ മതി. രോഹിത് പറയും, ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഞാനാക്കിയതും എന്നെ ശരിക്കും അറിയാൻ ശ്രമിച്ചതും നിങ്ങൾ രണ്ടുപേരാണ്. മരണം വരെ ഞാനത് മറക്കില്ല. സുസ്മിത പറയും, അപ്പോ സത്യഭാമയുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഉരുകി തുടങ്ങി. ഇനിയുള്ളത് കലിയാ, കലിയുടെ കളിയാട്ടം. മാറി നിന്ന് നമുക്കിനി ഈ ആട്ടം കാണാം, കലിയുടെ എല്ലാം സംഹരിക്കുന്ന ഒടുക്കത്തെ ആട്ടം. ഇത് കേൾക്കുമ്പോ രോഹിത് ഇപ്പൊ സന്തോഷിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു പപ്പിമോളെ കൂട്ടി കുടുംബശ്രീ വീട്ടിലേക്ക് വരണേ. അപ്പൊ അവിടെ ശാന്തേച്ചി ഉണ്ട്. പപ്പി വേഗം ശാന്താന്റി എന്ന് വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. ഹായ് മോളു, കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇതേസമയം വിഷ്ണു ഇറങ്ങിയിട്ട് വീട്ടിനകത്തേക്കാ നോക്കുന്നത് സത്യനെ. പപ്പി പറയും, ഞാനിവിടെ വരുമ്പോ ശാന്താന്റി ഇല്ലാഞ്ഞിട്ടാ. വിഷ്ണു ഇങ്ങനെ നോക്കുന്ന കാണുമ്പോ ശാന്തേച്ചി പറയും, വിഷ്ണു കുഞ്ഞെ കയറിയിരിക്കെ. ശാരദാമ്മ സത്യമോളെ വിളിക്കാൻ പോയിരിക്കുക. വിഷ്ണുക്കും അവര് വരാൻ വൈകോ? ശാന്തേച്ചി പറയും, അതറിയില്ല, പോയിട്ട് കുറച്ചു നേരമായി, ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും. എന്തെങ്കിലും പറയണോ? വിഷ്ണു പറയും, വേണ്ട, ഞാൻ വിളിച്ചോളാം. ശാലിനി? ശാന്തേച്ചി പറയും, ശാലിനി കുഞ്ഞ് ജോലി കഴിഞ്ഞ് വരാറായിട്ടില്ല, അത് ഇനിയും വൈകും, ചിലപ്പോ ഇരുട്ടിയിട്ടേ വരും. പിന്നെ എന്തെങ്കിലും മീറ്റിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ടേ വരും. വിഷ്ണു മനസ്സിൽ വിചാരിക്കും, ശാലിനി അപ്പോ ഇവിടെ വന്നിട്ടില്ല, പിന്നെ ഇവിടെ പോയി പോവാൻ സാധ്യതയുള്ളത് ഇപ്പൊ എവിടെയാ? ആരോടൊപ്പം ചോദിക്കാ? അനുവിനൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങാ. ശാന്തേച്ചി അവിടെ പപ്പിമുളയുടെ വിശേഷങ്ങൾ ഞാൻ ചോദിക്കണേ. വിഷ്ണു വിളിക്കുമ്പോ ആ ഫോണ് ശാലിനിയുടെ ക്യാബിലിരുന്ന് ബെല്ലടിക്കുന്നുണ്ട്. വേഗം ഓടി വന്ന് അനു എടുക്കും. അനുവാണ്. ശാലിനി വിളിക്കും മറ്റോ ചെയ്തിരുന്നോ? ഞാനിവിടെ വീട്ടിലുണ്ട്, ഇവിടെ എത്തിയിട്ടില്ല.
പിന്നെ അനു ഒന്ന് അന്വേഷിക്കണേ, ഈ പോവാൻ സാധ്യതയുള്ള വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കണേ. അവിടെങ്ങനെ പോയിരുന്ന് സംസാരിക്കാനുള്ള പരിചയക്കാരും മാഡത്തിന് ഇവിടെ ഇല്ലേ സർ? വിഷ്ണു പറയും എന്നാലും തിരക്കിയേക്ക്, ഞാനും തിരക്കാം. പിന്നെ എന്തെങ്കിലും സൂചന കിട്ടിയാലേ വിളിച്ചറിയിക്കണേ. തീർച്ചയായിട്ടും. പിന്നെ സാറ് ടെൻഷൻ അടിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് മാഡം വന്നോളൂ. വിഷ്ണു ആകെ ടെൻഷനില്ല. വിളിക്കണേ, ഞാനും വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാം. അങ്ങനെ വിഷ്ണു പോകാൻ നേരം പറയും, എനിക്ക് 2-3 പേരെ കാണാനുണ്ട്, പപ്പിമോൾ അതുവരെ ഇവിടെ നിന്നോട്ടെ, രാത്രി ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ശാന്തേച്ചി പറയും അതിനെന്താ, ഞാൻ നോക്കിക്കോളാം, വിഷ്ണുവും പോയിട്ട് വാ. അങ്ങനെ വിഷ്ണു അവിടെ ഇരുന്ന് മോളോട് പറയും, മോളെ വിഷ്ണു അച്ഛൻ പോയിട്ട് വരും കേട്ടോ. പിന്നെ ശാരദാമ്മയും സത്യയും വേഗം വരും. സത്യ വന്നാ പിന്നെ മോൾക്ക് സത്യയോടൊപ്പം കളിക്കാലോ. അതിനെന്താ, വിഷ്ണു അച്ഛൻ പോയിട്ട് ഞാനിവിടെ നിന്നോളാം. അങ്ങനെ വിഷ്ണു കൈകളില് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുക. ശേഷം എഴുന്നേറ്റിട്ട് നെറ്റിയിലും ഉമ്മ കൊടുത്തിട്ട് പറയും, വിഷ്ണു അച്ഛൻ പോയിട്ട് വരാട്ടോ. അങ്ങനെ വിഷ്ണു വണ്ടിയിൽ കയറി പോവാണേ. വിഷ്ണു പോയി കഴിഞ്ഞാൽ ശാന്തേച്ചി കഴിക്കാൻ എന്തെങ്കിലും വേണം വയ്ക്കുമ്പോ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറയും. അങ്ങനെ അവരകത്ത് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ഓട്ടോയില് ശാരദാമ്മയും സത്യയും വരുന്നത്. പപ്പിയെ കാണുന്നതും പപ്പി എന്ന് വിളിച്ച് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്. ശാരദാമ്മ ഓടി വന്നേ പപ്പിമോളെ എന്ന് വിളിച്ച് ഉമ്മ കൊടുക്കും. ഇത് എപ്പോ വന്നു, ആരുടെ കൂടെ വന്നേ? വിഷ്ണു അച്ഛന്റെ കൂടെയാ. ശാരദാമ്മയ്ക്കും എന്നിട്ട് ആളവിടെ? ശാന്തേച്ചി പറയും ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ, മറ്റൊന്നും പറഞ്ഞില്ല. ശാരദാമ്മയ്ക്കും അല്ല നിങ്ങൾ വീട്ടിൽ നിന്നാണോ മോളെ വന്നത്? അതെ, വീട്ടില് പറഞ്ഞിട്ടൊക്കെയാ വന്നത്. ശാരദാമ്മ പറയും എങ്കിലേ രണ്ടുപേരും അകത്ത് പോയിരുന്ന് കളിച്ചോ? അപ്പോഴേക്കും സത്യ പറയും വാ പപ്പി നമുക്ക് മുറിയിലേക്ക് പോവാം. പപ്പി പറയും ഓക്കെ. അങ്ങനെ രണ്ടുപേരും കൂടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. അവര് പോയി കഴിഞ്ഞാ ശാരദാമ്മ പറയും എന്തിനായിരിക്കും വിഷ്ണു വന്നത്? പപ്പിയെ കൂട്ടി ഇങ്ങനെ വരാത്താണല്ലോ, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ശാരദാമ്മേ എന്ന് ശാന്തിച്ച് പറയുമ്പോ ശാരദാമ്മ ടെൻഷനിൽ തന്നെയാ. ഈശ്വര കുഴപ്പമൊന്നും ഉണ്ടാവാൻ മതിയായിരുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും കമലനും കൂടെ ബീച്ചിലെത്തിയിരിക്കണേ. കമലൻ ചോദിക്കും എന്താ ആശാനെ ഒരു പന്തികേട് പോലെ? എടാ വലിയൊരു പ്രശ്നം ഉണ്ടായി. കമലൻ പറയും അതെനിക്ക് ആശാനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, അല്ലാതെ തന്നെ തിരക്കി ആശാൻ ഇങ്ങനെ വരില്ലല്ലോ, എന്നെ നാവാടാ ചതിച്ചത്, അത് തന്നെ ഇപ്പോഴും സംഭവിച്ചു. കമലൻ വീണ്ടും ചോദിക്കും കാര്യം എന്താണെന്ന് ആശാൻ പറഞ്ഞില്ല. ചില കാര്യങ്ങൾ സംസാരിക്കാൻ ശാലിനിയുടെ അടുത്തേക്ക് പോയത്, പക്ഷെ സംസാരിച്ചു വന്നപ്പോ എല്ലാം കൈവിട്ടു പോയി. ഒരു വട്ടം കൈവിട്ടു പോയാ പിന്നെ പോയി, പിന്നെ അതിൽ നിന്നും കര കയറാനുള്ള നെട്ടോട്ടാ. കമലൻ ചോദിക്കും എന്നിട്ട് ഏട്ടത്തിയമ്മയുടെ അവസ്ഥ എന്താ? വിഷ്ണുവിന് പറയാൻ പറ്റുന്നില്ല, അത്രയും സങ്കടത്തിലാ. ആശാനെ മറുപടി താ, ഏട്ടത്തിയമ്മ ഇപ്പൊ എവിടെയുണ്ട്? വിഷ്ണു പറയും എനിക്കറിയില്ല. അറിയില്ലെന്നോ? വിഷ്ണു പറയും അതെ, എനിക്കൊരു അബദ്ധം പറ്റി, ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവളെ കുറ്റപ്പെടുത്തി. അവൾ ഓഫീസിൽ നിന്ന് രാജിക്കയത്ത് എഴുതി വെച്ച് എങ്ങോട്ടോ പോയടാ. കമലൻ അങ്ങ് ഞെട്ടിപ്പോവും. എടാ അവള് ഫോൺ പോലും എടുക്കുന്നില്ലടാ, ഞാൻ എവിടെ പോയിട്ടാടാ നോക്ക? കമലൻ പറയും എന്റെ ആശാൻ ഏട്ടത്തിയമ്മ രാജിക്കത്തും കൊടുത്ത് ഫോൺ എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് തന്നെ. എടാ കമല. കമലൻ പറയും അല്ലാതെ പിന്നെ എന്തിനാ, വേറെ എന്തിനിറങ്ങാനാ? ആശാൻ അപ്പൊ ഏട്ടത്തിയമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തി കാണുമല്ലേ, ഇല്ലെങ്കിൽ ഏട്ടത്തിയമ്മയെ പോലെ ഒരാളെ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. എടാ നീ ഇപ്പൊ എന്റെ കൂടെ വാ, നമുക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാം. അവളില്ലെങ്കിൽ പിന്നെ ഞാനില്ലടാ. കമലൻ പറയും എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? ആശാൻ ഇങ്ങനെയൊന്നും തളരാതെ, രണ്ടുപേരും ഉള്ളിൽ നിറച്ചു വെച്ച സ്നേഹം കൊണ്ട് പരസ്പരം പോരാടില്ലേ, ഒരു വാക്ക് പഴിച്ചാ തീർന്നു. പിന്നീട് പരസ്പരം ഓട്ടാ ഉരുകി തീരുന്നതോ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലുള്ളവരും. വിഷ്ണു ആണെങ്കിൽ ആകെ സങ്കടത്തിലും ടെൻഷനിലുമാണേ. എന്റെ ഫോണില് എന്റെ മൊബൈലിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ശാലിനി വിളിച്ച് അറിയത്തൂല്ലടാ. കമലാൻ പറയും എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം, ആശാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് അന്വേഷിക്കാം. ഏട്ടത്തിയമ്മക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ട് ആശാനെ വിട്ടുപോകാൻ പറ്റില്ല, നമുക്ക് കൊണ്ടുവരാം, ആശാനെ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരും. അങ്ങനെ അവര് ശാലിനി അന്വേഷിക്കാൻ പോവാ. ഇതേ സമയം കടപ്പുറത്ത് മറ്റൊരു ഭാഗത്ത് ശാലിനി അവിടെ എത്തിയിട്ടുണ്ട്. കയ്യില് ആ നെയിം ബോർഡും ഉണ്ട്. മറിഞ്ഞു പോകുന്ന സൂര്യനെ കാണാൻ ആൾക്കാർക്ക് കൗതുകാണ്, പക്ഷേ അതൊരു നഷ്ടപ്പെടലാണെന്ന് സൂര്യനല്ലേ അറിയൂ. നാളെ ഉദിക്കാതിരിക്കെ അതല്ല വിഷയം, അസ്തമയ സമയത്ത് നിന്ന് അത് അനുഭവിച്ചറിയുക തന്നെ വേണം. മരണവേദനയോളം വേദനയാണ് മരണം തൊട്ടു മുന്നിൽ കാണുമ്പോ. എങ്കിലും ജീവിതം കൈപ്പിടിയിൽ ഒതുങ്ങാത്തവർ ഒറ്റപ്പെട്ടു പോകുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഞാൻ എന്റെ അമ്മയെയോ അനുജത്തിയെയോ മോളെയോ വിളിച്ചിട്ടില്ല, കാരണം എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടു. ആഗ്രഹിക്കാത്തത് ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണല്ലോ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടാൻ കഴിയുന്നത്. പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതം സ്നേഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് മുഖത്തൊരടി കിട്ടിയാൽ പോലും നമ്മളത് സഹിക്കും. പക്ഷേ ഹൃദയത്തെ തകർക്കാൻ പോകുന്ന വാക്കുകൾക്ക് മുന്നിൽ നമ്മള് അടിയറവ് പറയും. ഇനി വയ്യ, സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടി കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളത് പിന്നെയും ആഗ്രഹിക്കുന്നത്? സൂര്യൻ മറഞ്ഞ പിടിച്ചു നിലവിളിക്കാനോ വാവിട്ട് കരയാനോ ആരുമില്ല, കാരണം നാളെ ഇതിലും ശോഭയോടെ ദിക്കുമാറി ഉദിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മനുഷ്യന്റെ കാര്യം മറ്റൊന്ന്, അസ്തമിച്ച പിന്നെയുള്ള ലോകം അജ്ഞാതമാണ്. അതില് നമ്മൾ ആരാണെന്നോ നമ്മൾ എന്താണെന്നോ അതെങ്ങനെയും അറിയില്ല. എങ്കിലും ആ വഴി എല്ലാവരും തിരഞ്ഞെടുക്കുന്നു. ഒടുവിൽ എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലെന്നുള്ളൊരവസ്ഥയില് ഞാനും
വിശ്വാസം അത് നഷ്ടപ്പെടുമ്പോ ഇതുപോലെ ഓരോ ജീവൻ നഷ്ടപ്പെടും. വിഷ്ണുട്ടിന്റെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ഈ ലോകം, ഈ ചുറ്റുപാടും എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കടലിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശാലിനി. ഇതേ സമയം ശാലിനി അന്വേഷിച്ച് വിഷ്ണു വരുന്നുണ്ട്. അങ്ങനെ ശാലിനി ആ കടലിലേക്ക്, ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം. വിഷ്ണുവും കമലനും കൂടെ അന്വേഷിച്ച് ജീപ്പിൽ വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കടൽ തീരത്ത് ആരുമില്ല. ശാലിനിയുടെ കയ്യിൽ നിന്ന് വീണു പോയ ആ നെയിം ബോർഡ് മാത്രം, ശാലിനി വിഷ്ണു ഹയേഴ്സ്, അതിങ്ങനെ തിരയിലെ കരയിലേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലാണ്. അവിടെ ഭാമ ടെൻഷനോട് കൂടി ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്. ഇതേ സമയം രാഘവേട്ടനെ പിള്ളച്ചേട്ടൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുക. ഭാമ പുറത്തേക്ക് നോക്കിയാണ് ഈ കോളൊക്കെ ചെയ്യുന്നത്. രാഘവേട്ടൻ പറയും, ഭാമേ അവൻ വന്നോളും, നീ ഇങ്ങനെ ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം, അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, എത്ര വലുതായാലും അവൻ എനിക്ക് കൊച്ചുകുട്ടി തന്നെയാ, വരാൻ വൈകിയെങ്കിലേ അവരൊന്ന് വിളിച്ചു പറഞ്ഞൂടെ. അങ്ങനെ പറയുമ്പോഴേക്കും ശ്യാമ വരും. ഭാമയ്ക്കും രോഹിത് എന്തേടി? ശ്യാമ പറയും, ഇതുവരെ വന്നിട്ടില്ല സത്യമേ. ഭാമ ആകെ ടെൻഷനിലാണ്. വിഷ്ണുവിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. രാഘവേട്ട എന്റെ വലത് കണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ട്, അതൊരു ശുഭസൂചനയല്ല, എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ. അപ്പോഴേക്ക് ശ്യാമ താഴെ എത്തും. ഭാമ പറയും, വിഷ്ണു ആണെങ്കിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്. രാഘവേട്ടൻ പറയും, നീ ഒന്ന് സമാധാനായിട്ടിരിക്കും ഭാമേ, ചുമ്മാ മറ്റുള്ളവരെ കൂടി ആദ്യം പിടിപ്പിക്കാതെ. വീണ്ടും ഭാമ ആ കോള് കേട്ടാകുമ്പോ കമലനെ വിളിക്കും. ഷോ ആ കമലനെ പോലും കിട്ടുന്നില്ല, എനിക്ക് വല്ലാത്തൊരു ആദ്യ പോലെ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കടപ്പുറത്ത് ഒരാളുടെ ബോഡി അടിഞ്ഞിട്ടുണ്ട്. ശാലിനിയുടെ ഡ്രസ്സ് പോലെ തന്നെ ആ ഒരു കോമ്പിനേഷനിലാണ് സാരി കളറൊക്കെ കാണിക്കുന്നത്. എല്ലാവരും കുറെ ആൾക്കാർ ചുറ്റിലുണ്ട്, കുറെ ആൾക്കാർ ഓടി വരുന്നു. ശാലിനി വിഷ്ണു ഐഎസ് എന്നുള്ളൊരു ബോർഡും അതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിനി ശാലിനി തന്നെയാണോ അതോ ഇനി മറ്റാരെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. ഇങ്ങനെ കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പ്രമോലുള്ളത് അത് ഡെഡ് ബോഡി അല്ല എന്നാണ് പറയുന്നത്. വിഷ്ണുവും അതുപോലെ അനുപല്ലവിയും കമലനും കൂടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണേ. അനു വന്നിട്ട് സെക്യൂരിറ്റിന്റെ അടുത്തേക്കും ബീച്ച് സൈഡില് കടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. വിഷ്ണുവിന് ഇത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട്, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വിട്ടു നിൽക്കുന്നത്. ആ സെക്യൂരിറ്റി പറയും, ഉവ്വേ കടലില് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പെണ്ണല്ലേ? അനു പറയും, അതെ. അപ്പോ ആ സെക്യൂരിറ്റി പറയും, അത് മരിച്ചു. ഇത് കേൾക്കുന്ന വിഷ്ണുവും കമലനും അനുപല്ലവിക്കും ഞെട്ടിപ്പോവാണേ. ശാലിനി തന്നെയാണോ മരിച്ചതെന്നറിയില്ല. എന്തായാലും കടലിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആ സ്ത്രീ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്ന എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടായി ഈ പ്രൊമോ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്